യൂറോ കപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിയെ പുറത്താക്കി സ്വിറ്റ്സർലാൻഡ് ക്വാർട്ടറിൽ. ഇന്ന് നടന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് സ്വിറ്റ്സർലാൻഡ് ഇറ്റലിയെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിന്റെ തുടക്കം മുതൽ സ്വിറ്റ്സർലാൻഡ് മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. 37-ാം മിനിറ്റിൽ സ്വിസ് പട മുന്നിലെത്തി. വാർഗസിന്റെ അസിസ്റ്റിൽ നിന്ന് റെമോ ഫ്രൂളറാണ് ഗോൾ നേടിയത്. ആദ്യ പകുതി ഒറ്റ ഗോൾ ലീഡിൽ അവസാനിച്ചു. രണ്ടാം പകുതിയിൽ തുടക്കത്തിൽ തന്നെ സ്വിറ്റ്സർലാൻഡ് 2ാം ഗോളും നേടി വിജയമുറപ്പിച്ചു. അഭിഷേറിന്റെ അസിസ്റ്റിൽ റൂബൻ വർഗസിന്റെ ഒരു കിടിലൻ കേരളർ ഇറ്റാലിയൻ വലയിലെത്തുകയായിരുന്നു. യൂറോ കപ്പ് ചരിത്രത്തിൽ 2ാം പകുതിയിലെ ഏറ്റവും വേഗമേറിയ 2ാമത്തെ ഗോളായിരുന്നു ഇത്. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 51% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ഇറ്റലിയായിരുന്നു. 11 ഷോട്ടുകൾ തൊടുത്ത ഇറ്റലിക്ക് പക്ഷേ ഒറ്റൊരു ഷോട്ട് മാത്രമാണ് ഓൺ ടാർഗറ്റിലെത്തിക്കാനായത്. 519 പാസുകൾ 87% കൃത്യതയോടെ ഇറ്റലി പൂർത്തിയാക്കി. 16 ഷോട്ടുകളാണ് സ്വിറ്റ്സർലാൻഡ് തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. 512 പാസുകൾ 91% കൃത്യതയോടെ സ്വിറ്റ്സർലാൻഡ് പൂർത്തിയാക്കി. ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് സ്ലോവാക്യ മത്സര വിജയികളെയാണ് സ്വിറ്റ്സർലാൻഡ് നേരിടുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.